വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് SCERT 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള പ്യാർ എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഖുദ്സേ പ്യാർ എന്ന് പറയുന്ന കവിതയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഖുദ്സേ പ്യാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കവിതയാണ്, പ്രോക്തി. ഈ കവിതയുടെ ഓഥർ എന്ന് പറയുന്നത് ശോഭനാഥ് യാദവാണ്. അപ്പോൾ കവിത നമുക്ക് നോക്കാം. ഖുദ്സേ പ്യാർ. സൂരജ് അപ്നി ആഗ് സേ ഇतना प्यार करेगी वह दे सके आग दुनिया को भी. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സൂരജ് അപ്നി ആഗ് സേ ഇतना प्यार करेगी वह दे सके आग दुनिया को भी. എന്ന് വെച്ചാൽ എന്താ? സൂരജ് അപ്നി ആഗ് സേ, സൂരജ് അതിൻ്റെ എന്താണ്, അല്ലെങ്കിൽ സൂര്യൻ തൻ്റെ തീ കൊണ്ട്, ആഗ് എന്ന് പറഞ്ഞാൽ തീ എന്നോ അല്ലെങ്കിൽ ഊർജം, വെളിച്ചം എന്നൊക്കെ പറയാം. അപ്പോൾ സൂര്യൻ എന്താണ്? തൻ്റെ തീ കൊണ്ട് ഇतना प्यार करेगी, അതായത് എത്രയധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ, സൂരജ് അല്ലെങ്കിൽ സൂര്യൻ എന്താണ്? തൻ്റെ തീ കൊണ്ട് അല്ലെങ്കിൽ ആ ഊർജം കൊണ്ട് എത്രയധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ വഹ് ദേ സകേ ആഗ്, എന്താണ് അത്? എന്താണ്? ആ തീ അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം നൽകാനായിട്ട് അതിന് കഴിയുന്നു. സൂര്യൻ തൻ്റെ തീ എന്താണ് കൊണ്ട് എത്രയധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ തീ നൽകാനായിട്ട് അതിന് കഴിയുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ദുനിയാ കോപി, പൂരി ദുനിയാ കോപി, എന്താണ്? ലോകത്തിനും കൂടി. അതിനു വേണ്ടി മാത്രമല്ല, അല്ലേ? നമുക്കറിയാം സൂര്യൻ എന്താണ്? അതിൻ്റെ ഊർജം അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം, അതിൻ്റെ തീ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭൂമിയിലുള്ള എല്ലാവർക്കും വെളിച്ചം തരുന്ന ഒരു ഒന്നാണല്ലേ, ഒരു സ്രോതസ്സാണല്ലേ. അപ്പോൾ എന്താണ്? അത് അത്രയധികം സൂര്യൻ എന്താണ്? അതിൻ്റെ തീ ഉപയോഗിച്ചുകൊണ്ട് എത്രയധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ആ വെളിച്ചം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തീ എന്താണ്? ഈ ലോകത്തിനും കൂടി നൽകിക്കൊണ്ടാണ് അത് സ്നേഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് പ്യാർ എന്ന് പറയുന്ന യൂണിറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് ഇതിന് ഫുള്ള് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കിയേ. ദർഖത് അപ്നെ ഫൂലോം സേ ഇतना प्यार करेगी वह दे सके फूल दुनिया को भी. ദർഖത് അപ്നെ ഫൂലോം സേ. ദർഖത്ത് എന്ന് പറഞ്ഞാൽ പേടാണ് കേട്ടോ, മരങ്ങളാണ്. മരങ്ങൾ എന്താണ്? അപ്നെ ഫൂലോം സേ, മരങ്ങൾ തങ്ങളുടെ പൂക്കൾ കൊണ്ട് എത്രയധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ, ഇतना प्यार करेगी, എത്രയധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോ ഭി. എങ്ങനെയാണ് മരങ്ങൾ എന്താണ് അതിൻ്റെ പൂക്കൾ കൊണ്ട് സ്നേഹിക്കുന്നത്? ആ പൂക്കൾ എന്ത് ചെയ്യുകയാണ്? ഈ ലോകത്തിനും കൂടി നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മരങ്ങൾ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്താണ്? മരങ്ങൾ തങ്ങളുടെ പൂക്കൾ കൊണ്ട് എത്രയധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ആ പൂക്കൾ നൽകാൻ അവയ്ക്ക് കഴിയുന്നു. ആർക്ക് കൂടി വേണ്ടിയിട്ടാണ്? ഈ ഒരു ലോകത്തിനും കൂടി വേണ്ടി, നമുക്കും കൂടി വേണ്ടിയിട്ടാണല്ലേ മരങ്ങൾ അവയുടെ പൂക്കൾ നൽകിക്കൊണ്ട് നമ്മളെ എന്ത് ചെയ്യാണ്? സ്നേഹിക്കുന്നു. അതാണ് പറയുന്നത്. അടുത്ത് നോക്കിയേ. ബാദൽ അപ്നെ ജൽ സേ ഇतना प्यार करेगी वह दे सके जल दुनिया को भी. ബാദൽ അപ്നെ ജൽ സേ. ബാദൽ എന്ന് വെച്ചാൽ മേഘങ്ങളാണ് കേട്ടോ, മേഘം. അപ്പം മേഘം എന്താണ്? തങ്ങളുടെ പക്കലുള്ള വെള്ളം കൊണ്ട്, മേഘത്തിൽ നിന്നാണല്ലേ മഴ പെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ എന്താണ്? ആ മേഘത്തിലുള്ള വെള്ളം കൊണ്ട് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? മേഘം ഈ ഈ ലോകത്തിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് നോക്കിയാലോ. വഹ് ദേ സക്കേ ജൽ ദുനിയാ കോപി. അപ്പോൾ മേഘങ്ങൾ എന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ കയ്യിലുള്ള ആ വെള്ളം നൽകിക്കൊണ്ടാണല്ലേ, ആ വെള്ളം നൽകിക്കൊണ്ടാണ് ഈ ലോകത്തിനെയും കൂടി സ്നേഹിക്കുന്നത്. ആ വെള്ളം നമുക്ക് എങ്ങനെയാണ് കിട്ടുക? മഴയിലൂടെയാണ് നമുക്ക് എങ്ങനെ മേഘങ്ങൾ നമ്മെ സ്നേഹിക്കുന്നത്, അല്ലേ? മഴയില്ലെങ്കിൽ മഴ അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമാണല്ലേ. മഴ അധികമായാലും പ്രശ്നമാണ്, എങ്കിലും എന്താണ്? മഴ ആവശ്യമാണ് നമുക്ക്. അപ്പോൾ എന്താണ്? നമ്മളെ മേഘം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് മേഘങ്ങൾ? അവയുടെ പക്കലുള്ള ആ വെള്ളം നൽകിക്കൊണ്ടാണ് ഈ ലോകത്തിനെ മേഘങ്ങൾ സ്നേഹിക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസ് നോക്കിയേ. मैं खुद से इतना प्यार करूँगी दे सकूँ प्यार दुनिया को भी. मैं खुद से, ഞാൻ എന്നെ തന്നെ, അല്ലെങ്കിൽ ഞാൻ സ്വയം. ഖുദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം.
അപ്പോൾ ഞാൻ എന്നെ തന്നെ അല്ലെങ്കിൽ ഞാൻ സ്വയം തന്നെ ഇത്തനാ പ്യാർ കരൂങ്കി എത്രയധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ദേ സകൂ പ്യാർ ദുനിയാ കോപി. സ്നേഹം എന്താണ്? എനിക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. ആർക്ക് കൂടി വേണ്ടിയിട്ടാണ്? ലോകത്തിനും കൂടി വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ലോകത്തിനെ സ്നേഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ ശോഭാനാഥ് യാദവ് ഈ കവിതയിലൂടെ എന്താ പറയുന്നത്? പ്യാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഖുദ് സേ പ്യാർ, നമ്മൾ സ്വയം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ തന്നെ എന്നിലുള്ള സ്നേഹത്തെ തന്നെ ലോകത്തിനും കൂടി പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ ആ ഒരു തീമിലാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ഈ മനുഷ്യന് മാത്രമല്ല അല്ലേ, ഇതുപോലെ മനുഷ്യനെ മാത്രമല്ല ഈ കവിതയിൽ പരാമർശിച്ചിട്ടുള്ളത്. സൂര്യൻ നമുക്ക് നേരിട്ടൊന്ന് നോക്കാൻ പറ്റത്തില്ല അല്ലേ സൂര്യനിലോട്ട്. കാരണം അത്രയ്ക്ക് വെളിച്ചം കൊണ്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് നോക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമി എങ്ങനെയായിരിക്കും? അതിജീവിക്കുമോ? ഇല്ല അല്ലേ. അതിൻ്റെ പ്രകാശവും വെളിച്ചവും ഊർജ്ജവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് സൂര്യൻ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അതിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു തീ നൽകിക്കൊണ്ടാണ്. അതുപോലെ മരങ്ങൾ, ഈ ഭൂമിയിലുള്ള മറ്റ് എന്തൊക്കെയാണുള്ളത്? മരങ്ങളുണ്ടല്ലേ. മരങ്ങൾ അതിൻ്റെ പൂക്കൾ ഈ ലോകത്തിന് നൽകിക്കൊണ്ടാണ് അതിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. മരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവയുടെ സ്നേഹം അതിൻ്റെ പൂക്കൾ നൽകിക്കൊണ്ട് സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ബാദൽ, മേഘം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അതിൻ്റെ വെള്ളം പകർന്നു നൽകിക്കൊണ്ടാണ് അല്ലേ. അതായത് മഴയിലൂടെയാണ് മേഘം എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. അതുപോലെ ഞാനും എന്നെ തന്നെ, അല്ലെങ്കിൽ എത്രയധികം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാനും കൂടെ കഴിയണം. ഈ ലോകത്തിനും കൂടി എൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം. അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കേണ്ടത് എന്നാണ് ഈ കവിതയിൽ വ്യക്തമാക്കുന്നത്. അതാണ് ഖുദ് സേ പ്യാർ. അവസാനം പ്രകൃതിയിലെ മറ്റു കാര്യങ്ങളെയും കൂടി പരാമർശിച്ചിട്ട് അവസാനം എന്നെ തന്നെ സ്നേഹിക്കുക. എന്നതിന് വേണ്ടി ലോകത്തിന് വേണ്ടി മറ്റുള്ളവർക്കും കൂടി സ്നേഹം പകർന്നു നൽകാൻ എനിക്കും കൂടി കഴിയുക. അങ്ങനെ ഒരു തീമിലാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അതായത് സ്വയം നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കണം, പ്രകൃതിയെയും സ്നേഹിക്കണം അല്ലേ. ആ ഒരു കാര്യമാണ് ഈ ഒരു കവിതയിലൂടെ കവി പറയുന്നത്. അപ്പോൾ ഈ കവിത എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.